അല്ല, PV അൻവറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? PV അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവുമോ? PV അൻവർ പറഞ്ഞ വസ്തുത ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവുമോ? ഇനി അഥവാ PV അൻവർ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടാവുമോ? ഗോവിന്ദ മാഷ് എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? മാഷെ, നിങ്ങൾക്ക് രാജിവെച്ചിട്ട് കാശിക്ക് പോകുന്നതല്ലേ നല്ലത്? നിങ്ങൾ ഇന്നലെ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞു, ശരിയായ അന്വേഷണം നടക്കും, എത്ര ഉന്നതനായാലും അന്വേഷണം നടക്കും. നിങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. മാധ്യമങ്ങളെല്ലാം ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇതാ ശശി മാറുന്നു, അജിത് കുമാർ മാറുന്നു, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതൊരു നാണം കെട്ട അന്വേഷണമാണ് സർക്കാർ നടത്താൻ തീരുമാനിച്ചത്. അല്ല, വരട്ടെ, നമ്മളിത് കാത്തിരിക്കുന്നല്ലേ. ഇന്നലെ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംസ്ഥാനത്ത് ആരംഭിക്കും. അതിൽ യാതൊരു സംശയവും. PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതൊന്ന് VS സുനിൽകുമാറും ശരിവെക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് സുനിൽകുമാറും പറയുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി അതൊക്കെ ചെയ്തു ADGP അടക്കം. VS സുനിൽകുമാറിൻ്റെതൊക്കെ പരാജയപ്പെട്ടവരുടെ ദീനരോധനമാണ്. ഇലക്ഷനിൽ തോറ്റതിന് തൃശ്ശൂർ പൂരത്തിൻ്റെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സുരേഷ് ഗോപി ജയിച്ചത് 75,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ആരോപണങ്ങൾ. അതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. സ്വർണം കടത്തിയോ, മയക്കുമരുന്ന് കടത്തിയോ, കൊലപാതകങ്ങൾ നടത്തിയോ, ടെലിഫോൺ ചോർത്തിയോ, ഇത്തരം ഗൗരവതരമായ ആരോപണങ്ങളിൽ നിന്ന് അനാവശ്യമായി എന്തിനാണ് നാം ശ്രദ്ധ തിരിച്ചുവിടുന്നത്? അൻവർ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? അൻവർ പറഞ്ഞ എല്ലാം ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃതമായി ടെലിഫോൺ ചോർത്തിയിരിക്കുന്നു, അതല്ല അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃത സ്വത്ത് സമ്പാദ്യം നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു. ഇതൊന്നുമല്ല നിങ്ങൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്ത് അന്വേഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ലേ, ഈ അന്വേഷണം ഒരു നാടകമല്ല, ഒരു പ്രഹസനമല്ല നാടകം ഇവിടെ നടക്കും. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശരിയായി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്തിയാൽ കസേരയിൽ ഇരിക്കാൻ മുഖ്യമന്ത്രി പിന്നെ കാണില്ല. മുഖ്യമന്ത്രിയുടെ എല്ലാ നടപടികൾക്കും വ്യക്തമായിട്ടും താങ്ങും തണലുമായി നിൽക്കുന്ന രണ്ടുപേരാണ്. അൻവർ ഈ ആരോപണം വെറുതെ ഉന്നയിച്ചാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഈ അൻവറിന്റെ ആരോപണം ശരിയായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്കുള്ള ആരോപണമാണ്. അതറിയില്ല. ഗോവിന്ദ മാഷ് വലിയ സന്തോഷത്തിലായിരുന്നു ഇന്നലെ രാവിലെ, പക്ഷേ ഇന്ന് കാണുന്നില്ല. നിങ്ങൾ കണ്ടോ ആരെങ്കിലും ഗോവിന്ദ മാഷ്? ഞാൻ പറഞ്ഞില്ലേ, ഗോവിന്ദ മാഷക്ക് നല്ലൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുക്കുക, കാശിയിട്ട് പോയിട്ട് നാമം ജപിക്കും മാഷേ. എല്ലാം അന്വേഷിക്കുന്നു ഇന്നലെ പറഞ്ഞിട്ട് എന്ത് അന്വേഷണമാണ് നിങ്ങൾ നടത്തുന്നത്?